നമുക്കൊന്ന് കോഴിക്കോടേക്കാണ് പോകേണ്ടത്. ഇന്നലെ അവിടെ ഒരു കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്നിട്ട് 4 പേരുടെ ജീവനാണ് നഷ്ടമായത് അല്ലേ. ഈ കോർപ്പറേഷന്റെ അനാസ്ഥ, അതായത് നിരവധി പേരുടെ ജീവനെടുക്കുന്ന അനാസ്ഥയിലേക്ക് കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥത മാറുന്നു എന്നുള്ളതാണ്. എന്നാലും നമുക്ക് അവിടെ നിന്ന് ഇന്ന് എന്താണ് ലഭിക്കുന്ന വാർത്ത എന്നുള്ളത് പരിശോധിക്കാവുന്നതാണ്. കോഴിക്കോട് കോർപ്പറേഷന് കീഴിൽ ഫിറ്റ്നസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നത് നിരവധി കെട്ടിടങ്ങളാണ്. പുതിയ പാലത്തെ കോർപ്പറേഷന്റെ ഗോഡൌൺ കെട്ടിടത്തിന്റെ അപകടാവസ്ഥ ആരെയും ഞെട്ടിക്കുന്നത്. ഏത് നിമിഷവും നിലം പൊത്താറായ കെട്ടിടത്തിൽ 10ഓളം കടമുറികൾ പ്രവർത്തിക്കുന്നുമുണ്ട്. തൊഴിലാളികളുടെ ജീവൻ അപകടത്തിലായിട്ട് പോലും കോർപ്പറേഷൻ കുറ്റകരമായ മൗനം തുടർന്നു എന്നുള്ളതാണ്. വിവരങ്ങളുമായി രമ്യയാണ് നമുക്കിപ്പം ചേർന്നത്. രമ്യ, ഗുഡ് മോർണിംഗ്. ഇന്നലെ തന്നെ അവിടെ നിന്നുണ്ടായ ആ ഒരു ദുരന്തം, 4 പേരുടെ ജീവൻ നഷ്ടമായിട്ടും മേയർ എവിടെയോ പോയി ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ് BJPയുടെ ശക്തമായ പ്രതിഷേധം. BJP കൗൺസിലർമാരെ അവിടെ നിന്ന് ബലപ്രയോഗത്തിലൂടെ നീക്കുന്ന ഒരു സ്ഥിതി. എന്നിട്ടും കോർപ്പറേഷന്റെ ആ കുറ്റകരമായ മൗനത്തിന് ഇപ്പോഴും അവസാനമില്ല എന്നുള്ളത് തന്നെയല്ലേ രമ്യ? തീർച്ചയായും രാഗി, കൃത്യമായി തന്നെ നമുക്ക് ഈ വിഷയത്തിൽ പറയാൻ കഴിയുന്നത് കൃത്യമായി തന്നെ കോർപ്പറേഷന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. കാരണം ഏകദേശം നമുക്കറിയാൻ സാധിക്കുന്നത് 2023 ഇന്നലെ തകർന്നു വീണ കോൺക്രീറ്റ് സ്ലാബ് ഉൾപ്പെടെ തകർന്നു വീണ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് എഞ്ചിനീയർ വിഭാഗം ഇത്തരത്തിൽ കോർപ്പറേഷന് റിപ്പോർട്ട് നൽകുന്നത്. തുടർന്നും അവിടെ 10ഓളം കടമുറികളാണ് പ്രവർത്തിച്ചിരുന്നത്. ഏകദേശം 23 കടമുറികൾ പ്രവർത്തിക്കാനുള്ള കെട്ടിടത്തിലാണ് നിലവിൽ ഇപ്പോഴും 10ഓളം കടമുറികൾ, അതായത് പല സ്ഥാപനങ്ങളുടെയും ഗോഡൌണുകൾ ഉൾപ്പെടെ ആയിട്ട് അവിടെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഈ തൊഴിലാളികൾ വിശ്രമിക്കുന്നിടയിലാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടാകുന്നു. കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീഴുന്നു. ഇത് 4 പേരുടെ ജീവന് ഹാനി ഉണ്ടാക്കുന്നു. നിലവിൽ ഒരാൾ ഇപ്പോഴും ചികിത്സ തുടരുകയാണ്. ജലീലാണ് ഇപ്പോഴും ഈ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്നത്. ഈ വിഷയത്തിലാണ് BJP ഉൾപ്പെടെ ഇന്നലെ വളരെ പ്രതിഷേധം ഉൾപ്പെടെ ശക്തമാക്കിയിരുന്നു. കാരണം BJP ഉൾപ്പെടെ പല കൗൺസിൽ മീറ്റിംഗിൽ ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ കോർപ്പറേഷനും മേയർക്കും എല്ലാം പരാതി ഉൾപ്പെടെ നൽകിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ കെട്ടിട നമ്പറുമായി ഉൾപ്പെട്ടുള്ള വിഷയങ്ങളിൽ BJP വളരെ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ കൗൺസിലിന്റെ കാലഘട്ടത്തിൽ ഉൾപ്പെടെ പലതവണ പരാതി ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിനൊന്നും തന്നെ യാതൊരു സത്വര നടപടി കോർപ്പറേഷൻ കൈക്കൊണ്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇന്നലെ BJPയുടെ പ്രതിഷേധവും വളരെ ശക്തമായിട്ടുള്ളത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്നത് ഈ കോർപ്പറേഷന്റെ കാലപ്പഴക്കം വന്ന കെട്ടിടം ഏകദേശം കണക്ക് പ്രകാരം 18ഓളം കെട്ടിടങ്ങൾ ഈ കാലപ്പഴക്കം ചെന്നതുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ 3ഓ 4ഓ കെട്ടിടങ്ങൾ മാത്രമാണ് ഇതുവരെയായിട്ടും പൊളിച്ചു നീക്കിയിട്ടുള്ളത്. അതായത് സ്വകാര്യ കെട്ടിടങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ ഒരു അപകടം നടന്നതിന് ശേഷമാണ് നിലവിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് കോർപ്പറേഷന്റെ കീഴിലുള്ള കെട്ടിടങ്ങൾ അതുപോലെ സ്വകാര്യ കെട്ടിടങ്ങൾ എന്നിവയുടെ കണക്കെടുപ്പെടുക്കാൻ ഇപ്പോൾ നിലവിൽ കോർപ്പറേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. 3 ദിവസത്തിനുള്ളിൽ കോർപ്പറേഷൻ പരിധിയിലുള്ള കെട്ടിടങ്ങളെ കണക്കെടുക്കും. അതുപോലെ തന്നെ സ്വകാര്യ കെട്ടിടങ്ങളുടെയും കണക്ക് 10 ദിവസം എടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ച വിഷയം, ഏകദേശം 18ഓളം കെട്ടിടങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് കാലപ്പഴക്കം ചെന്ന കോർപ്പറേഷൻ പരിധിയിൽ കാലപ്പഴക്കം ചെന്ന 18ഓളം കെട്ടിടങ്ങൾ നിലവിൽ ഇപ്പോഴും അപകടാവസ്ഥയിൽ തുടരുന്നുണ്ട്. ഇതിൽ 3ഓ 4ഓ കെട്ടിടങ്ങൾ മാത്രമാണ് പൊളിച്ചു നീക്കിയിട്ടുള്ളത്. ഇതിൽ നിലവിൽ ഇന്നലെ അപകടം സംഭവിച്ച പാസ്പോർട്ട് ഓഫീസ് കെട്ടിടവും ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഇതിൽ അടുത്തിടെ വരെ ഒരു ഫിറ്റ്നസ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനാൽ തന്നെ ഇതിൻ്റെ വ്യാപ്തി, അതായത് ഒരു അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. ഇതിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പാസ്പോർട്ട് ഓഫീസ് കെട്ടിടം, അതുപോലെ തന്നെ ഇടിയംകുളങ്ങര പുതിയ ജംഗ്ഷൻ സമീപമുള്ള കെട്ടിടങ്ങൾ, ബേപ്പൂർ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് കെട്ടിടം, അതുപോലെ തന്നെ സത്രം കോളനി കെട്ടിടം, മെഡിക്കൽ കോളേജ് കെട്ടിടം തുടങ്ങി ഉൾപ്പെടെ ഏകദേശം 18ഓളം കെട്ടിടങ്ങളാണ് ഇത്തരത്തിൽ അപകടാവസ്ഥയിൽ ഇന്നും കോർപ്പറേഷന്റെ പരിധിയിൽ കഴിയുന്നത്. ഇതിൽ ഒന്നും തന്നെ പൊളിച്ചു നീക്കിയിട്ടില്ല. ഏകദേശം 4ഓളം കെട്ടിടങ്ങൾ മാത്രമാണ്. ഇതിൽ ടാഗോർ ഹാൾ ഉൾപ്പെടുന്നു, അതുപോലെ തന്നെ അരീക്കാടിൽ ഒരു കെട്ടിടം ഉൾപ്പെടുന്നു, വെസ്റ്റീൽ കെട്ടിടങ്ങൾ. ഇത് 3 എണ്ണം മാത്രമാണ് നിലവിൽ ഇതുവരെയായിട്ടും ഈ കോർപ്പറേഷൻ പൊളിച്ചു നീക്കിയിട്ടുള്ളത്. മറ്റു കെട്ടിടങ്ങളൊന്നും തന്നെ പൊളിച്ചു നീക്കിയിട്ടില്ല. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഒരു അപകടം വരുമ്പോൾ മാത്രമാണ് ഈ വിഷയത്തിൽ സത്വര നടപടി അല്ലെങ്കിൽ ഒരു നടപടിയിലേക്ക് കോർപ്പറേഷൻ നീങ്ങുന്നത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇന്നലെ മേയറുടേതായി വന്ന ആ ഒരു പ്രതികരണമുണ്ട്. അതായത് ഇത്തരത്തിൽ സ്ലാബ് തകർന്ന് 4 പേരുടെ ജീവൻ പൊലിഞ്ഞതിന് ശേഷം മേയർ പറയുകയാണ് ഇനി അവിടേക്ക് ആരെയും പ്രവേശിപ്പിക്കില്ല എന്നുള്ളത്. അതായത് നേരത്തെ തന്നെ എടുക്കേണ്ട ഒരു തീരുമാനം, നടപടി, പക്ഷേ അവർ അത് കൈക്കൊണ്ടില്ല, കെട്ടിടം പൊളിച്ചു നീക്കിയില്ല. എന്തിനേറെ പറയുന്നു, ഒരാഴ്ച മുൻപ് പോലും ഒരു സ്ഥാപനത്തിന് പ്രവർത്തനാനുമതി നൽകുകയും ചെയ്തു. എന്നിട്ട് 4 പേരുടെ ജീവൻ പൊലിഞ്ഞതിനു ശേഷം പറയുന്നു ഇനി അവിടേക്ക് ആരെയും പ്രവേശിപ്പിക്കില്ല എന്നുള്ളത്. അതായത് എന്തെങ്കിലും വന്നതിന് ശേഷം പ്രതിസ്ഥാനത്തേക്ക് വരുമ്പോൾ
പിന്നീട് നടപടി എടുക്കുമെന്ന് പറയുന്നത് സാധാരണ ഇവിടെ ഒരു എന്താണ് ഭക്ഷ്യവിഷബാധയൊക്കെ ഏൽക്കുമ്പോൾ പല പല ഹോട്ടലുകളും പൂട്ടാൻ നടക്കുന്നു. അങ്ങനെയുള്ള ഒരു സാധാരണ നമ്മൾ കാണുന്ന ഒരു ഇടപെടൽ അത് തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും രാഗി, അങ്ങനെ തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. കാരണം ഈ കെട്ടിടത്തിൻ്റെ അപകടാവസ്ഥ, അതായത് 2023 ഇത് തെളിഞ്ഞതാണ്. കാരണം ഇത് ഈ കെട്ടിടം ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളത് എഞ്ചിനീയർ വിഭാഗം കോർപ്പറേഷന് നോട്ടീസ് നൽകിയതാണ്. പക്ഷേ യാതൊരു നടപടിയും എടുത്തില്ല. ഈ 23ഓളം കടകൾ പ്രവർത്തിക്കേണ്ട സ്ഥലത്ത് 10ഓളം കടകൾ, അതായത് പല ഗോഡൌണുകളായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം ഒരാഴ്ച മുമ്പാണ് ഇത്തരത്തിൽ മറ്റൊരു സ്ഥാപനത്തിന് അവിടെ ലൈസൻസ് ഉൾപ്പെടെ നൽകുന്നത്. അതായത് ഈ 23ലാണ് ഈ കെട്ടിടം അപകടാവസ്ഥയിലാണെന്നും ലേലം ചെയ്യാൻ യോഗ്യമല്ലെന്നും എഞ്ചിനീയർ വിഭാഗം റിപ്പോർട്ട് നൽകുന്നത്. തുടർന്ന് ശേഷവും ഈ ഫെബ്രുവരിയിലും ജൂലൈയിലും ഉൾപ്പെടെ കടമുറികളിലെ ലൈസൻസ് പുതുക്കി നൽകിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അതിൽ ഒന്നിൻ്റെ ഈ ഫെബ്രുവരിയിലും അതുപോലെ തന്നെ ഈ ജൂലൈയിലും ഇത്തരത്തിൽ ലൈസൻസ് അവസാനിക്കാനിരിക്കുകയാണ്. പക്ഷേ ഇതും കോർപ്പറേഷൻ പുതുക്കി നൽകിയിരുന്നു. ഇതിൽ മറ്റൊരു കടയ്ക്ക് 2025 മെയ് മുതൽ 2028 വരെ ലൈസൻസ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അത്തരത്തിൽ ഒരു കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ കോർപ്പറേഷന് ഈ ഒരു ലൈസൻസ്, അതായത് പൊളിക്കാൻ നിർദ്ദേശിച്ച കെട്ടിടമാണ്, ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്, എന്നിട്ട് പോലും ഇത്തരത്തിൽ ഒരു ലൈസൻസ് പുതുക്കി നൽകാൻ എങ്ങനെയാണ് ഇത്തരത്തിൽ കോർപ്പറേഷൻ സാധിക്കുന്നത് തന്നെയാണ് നമുക്ക് ഒരു ചോദ്യമായി വരുന്നത്. ഇത്തരത്തിൽ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ കോർപ്പറേഷന് കൃത്യമായ അലംഭാവം അല്ലെങ്കിൽ ആ ഒരു കൃത്യമായി തന്നെ കോർപ്പറേഷൻ്റെ ഒരു നടപടി ഇതിൽ കൃത്യമായി തന്നെ നടന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് കോർപ്പറേഷൻ പരിധിയിൽ നിരവധി കെട്ടിടങ്ങളുണ്ട് ഇത്തരത്തിൽ കാലപ്പഴക്കം ചെന്ന് ഇതെല്ലാം പൊളിച്ചു നീക്കണമെന്നുള്ളതാണ് BJP ഉൾപ്പെടെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുന്നത്. ഇന്നും ഈ വിഷയത്തിൽ BJPയുടെ പ്രതിഷേധമുണ്ട്. കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ മേയർക്കും അതുപോലെ തന്നെ സെക്രട്ടറിക്കുമെതിരെ കൊലക്കുറ്റം എടുക്കണം. അതുപോലെ തന്നെ കോർപ്പറേഷൻ പരിധിയിലുള്ള മറ്റു കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഈ ഇന്നലെ മരിച്ച 4 പേരാണ് ഇന്നലെ ഈ അപകടത്തിൽ മരിച്ചത്. ഇവരുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്നും BJP ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ്. ഈ തൊഴിലാളികളും അതുപോലെ തന്നെ ഈ വലിയങ്ങാടിയിലെ തൊഴിലാളികളും ഇന്നും പ്രതിഷേധത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഭരണസമിതിയുടെ പ്രതികരണം എങ്ങനെയാണ് ഈ വിഷയത്തോട്? അവർ എന്താണ് പറയുന്നത്? നിലവിൽ രാഖി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 കടമുറികളാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഇതിൽ 6 കടമുറികൾക്ക് ഒഴിയാനായി മേയർ നോട്ടീസ് നൽകി എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരിശോധനകളെല്ലാം കോർപ്പറേഷൻ വരും ദിവസങ്ങളിൽ നടത്തും. കാരണം ഈ കോർപ്പറേഷൻ പരിധിയിലുള്ള കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങളുടെ കണക്കെടുപ്പ്, അതായത് കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളുടെ കണക്കെടുപ്പ് 3 ദിവസത്തിനുള്ളിലും അതുപോലെ തന്നെ സ്വകാര്യ കെട്ടിടങ്ങളിലെ കണക്കെടുപ്പ് 10 ദിവസത്തിനുള്ളിലും കണക്കെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ഒരു അപകടം വരുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുന്ന നടപടിയിലേക്ക് കോർപ്പറേഷൻ ഉൾപ്പെടെ നീങ്ങുന്നത്. നമുക്കറിയാം, തീപിടുത്തം ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ കോഴിക്കോട് നഗരത്തിൽ പുത്തരിയല്ല, പല തവണയായി പല കാലഘട്ടങ്ങളിലായി ഏകദേശം 21 വർഷത്തിനിടെ 42ഓളം ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 9 പേരുടെ ജീവൻ കവർന്നിട്ടുണ്ട്. എന്നിട്ട് പോലും നമ്മൾ നേരത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത്. കാരണം ബീച്ച് ഫയർ സ്റ്റേഷന്റെ അപകടാവസ്ഥ അല്ലെങ്കിൽ ശോചനീയാവസ്ഥ കൃത്യമായി തന്നെ ഫയർ എഞ്ചിൻ ഉൾപ്പെടെ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിലെല്ലാം ഒരു അപകടം നടന്നതിന് ശേഷം നടപടിയിലേക്ക് നീങ്ങുക എന്നുള്ള നടപടി കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇത് തന്നെയാണ് വലിയ ആരോപണങ്ങൾക്കും വഴിവെക്കുന്നത്. ശരി, എന്തായാലും അതിദാരുണമായ ഒരു സംഭവമായിരുന്നു രാഖി ഉണ്ടായത്. കാരണം 4 പേരുടെ ജീവനാണ് കോർപ്പറേഷന്റെ തൊഴിലാളികളുടെ ജീവനാണ് അല്ലെ. ആരും ചോദിക്കാൻ വരില്ല എന്ന് കരുതി കാണും. എന്തായാലും മേയർ ഒളിച്ചിരുന്നു. പക്ഷേ BJP അതിശക്തമായ പ്രതിഷേധവുമായി എത്തി. മേയർ കസേരയിലില്ല. രാവിലെ എത്തിയ മേയറാണ്. അദ്ദേഹം എങ്ങോട്ടേക്ക് പോയി ഒളിച്ചു? സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള അപകടകരമായ ഭീഷണി ഉയർത്തുന്ന നിരവധി കെട്ടിടങ്ങൾ ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.